ഹായ്, നല്ല ദിവസം. ജ്യോതി രാജിക വിജയകുമാർ എന്നൊരു കുട്ടിയെ ഇന്ന് ഇവിടെയോ യൂട്യൂബിൽ കണ്ടു. ഗുഡ്, യു ഹാവ് സെയ്ഡ് വെൽ ആൻഡ് യു ഹാവ് ഡൺ വെൽ. ആശയങ്ങൾക്ക് ഒത്തിരി നന്മയുണ്ട്. താങ്കളെ എൻ്റെ സപ്പോർട്ടെല്ലാം തരുന്നു. ഞാൻ ഈ മോദി സർക്കാരിനോടൊരു ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ. പെട്രോളിൻ്റെ വില കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം എന്താ പെട്രോളിൻ്റെ വില കൂടിയോ കുറഞ്ഞോ? എത്ര പൈസയിലാണ് കൂടിയേക്കുന്നത് ഇപ്പം? ഒന്ന്, ഞാൻ പൈസ ഒന്നും പറഞ്ഞതല്ല. ഗ്യാസിൻ്റെ വിലയോ എത്ര ആയിരുന്നു മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ? ഇന്നത് കൂടിയോ അതോ കുറഞ്ഞോ? അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊന്നും ഇലക്ട്രൽ ബോണ്ട് എന്നൊരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുണ്ട്. എന്താണത് എന്ന് പറഞ്ഞു തരൂ. ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ അതിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞുതരാം. കാരണം ചിന്തിക്കുന്നവരെ മാത്രമില്ലാത്ത ലോകമല്ലത്. ഇത് ജീൻ പോൾ സാർത്തിൻ്റെയും വിവേകാനന്ദൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളൊക്കെയാണ് ജീവിക്കുന്നത്. എന്താണ് ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാർക്കും മനസ്സിലാവാത്ത കള്ളത്തരമൊന്നുമല്ല. പണ്ടത്തെ കള്ളത്തരം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണ് നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട്. പിന്നെ അഴിമതിക്കെതിരെ നിങ്ങൾ പൈസ ആരുടെ കയ്യിൽ നിന്നും പിരിച്ച് കൊണ്ടുവന്ന് സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് പൈസ തരാൻ 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തോന്നണേ. എന്നിട്ട് നിങ്ങൾ എത്ര രൂപ വന്നു? 15 ലക്ഷം രൂപയോ 16 ലക്ഷം രൂപയോ? എത്ര രൂപ സാധാരണക്കാരെന്ന് BJP വയ്ക്കുന്നേ? എത്ര ലക്ഷം രൂപ സാധാരണക്കാരൻ്റെ ഇട്ട് കൊടുത്തു? എന്താണ് നരേന്ദ്രമോദി, നിങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ സാധാരണക്കാർ ചോദിക്കുമ്പം ഇച്ചിരി മനസ്സൊക്കെ മടിക്കുന്നത്? സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ മനസ്സ് മടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഇന്ത്യൻ ജനാധിപത്യമല്ല എന്നതാണ്. ഇനിയും ഉണ്ടാക്കി ഞാൻ ചോദിച്ച് തന്നേക്കാം. കാരണം നിങ്ങൾ പറയുന്നതും ഞങ്ങൾ ഭരിക്കപ്പെടുന്നതും ഇത് ഇന്ത്യ എന്ന സംസ്ഥാനം അല്ല, ഇന്ത്യ എന്ന രാജ്യം നിങ്ങളുടെ അപ്പൻ്റെ വകയൊന്നുമല്ല. ഇത് സാധാരണക്കാരുടെ വകയാണ്. ആ സാധാരണക്കാർ വോട്ട് തന്ന് ജയിപ്പിക്കുന്നതിൻ്റെ വകയാണ്. താമരയോ കൈപ്പത്തിയോ അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രമൊന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്. കൃത്യമായിട്ട് പറയാൻ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഒക്കെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിൽ കൊണ്ട്, തീഹാർ ജയിലിൽ കൊണ്ട്. ഇത് പറയാൻ മടിയുള്ളവരൊന്നും ഇന്ത്യക്കകത്തില്ലാന്ന് ചിന്തിക്കരുത്. ബാലഗംഗാധര തിലകനെയും ഗാന്ധിയും ഒന്നും മറക്കരുത്. തിരിച്ച് പ്രതികരിക്കാൻ അതുപോലുള്ള മനുഷ്യർ ഭൂമിയിലേക്കകത്തുണ്ട് എന്ന് ചിന്തിച്ചോണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയാണെങ്കിൽ നന്മയാണെന്ന് നമ്മൾ പറയും, തിന്മയാണെങ്കിൽ തിന്മയാണെന്ന് പറയും. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഇലക്ഷൻ വരുമല്ലേ, അതിനകത്ത് നമുക്ക് നന്മയുടെ കാണണം. എന്തായാലും ഇലക്ഷനകത്ത് നന്മയുണ്ടാവട്ടെ. ചെയ്യുന്നവൻ നന്മയാണ് ചെയ്യുന്നെങ്കിൽ BJP ജയിക്കട്ടെ. ചെയ്യുന്നവൻ നന്മയാണെങ്കിൽ CPIM ജയിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കട്ടെ. പക്ഷേ ഈ കള്ളത്തരവും നിങ്ങളുടെ ബൂർഷ്വാസിത്വവും ഫാസിസവും ഒന്നും ഞങ്ങളുടെ മണ്ടയ്ക്ക് കളിക്കില്ല, സാധാരണക്കാരുടെ മണ്ടയ്ക്ക്. കാരണം അവൻ തലയില്ലാത്തവനൊന്നും അല്ല കേട്ടാ, അവന് ബുദ്ധിയില്ലാത്തവനൊന്നും. അവന് ബുദ്ധിയുണ്ട്, അവന് തലയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും. തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു. ഞാൻ സംസാരിക്കും. ഒരു പേരുണ്ട്, ജോൺസൺ കരൂർ.